ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? കുറേ ദിവസമായല്ലേ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട്. ഞാനും കുറച്ച് തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സും കൂടി വേണ്ടേ. വീട്ടുകാരെ മിസ് ചെയ്യുന്നു, ഹസ്ബൻഡിനെ മിസ് ചെയ്യുന്നു, മക്കളെ മിസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ എടുക്കാനൊന്നും തോന്നില്ല. പിന്നെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തിട്ടു, പക്ഷേ അത് എഡിറ്റ് ചെയ്തൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഓർത്തു ഇന്ന് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന്. അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഇവിടെ സബാത്തിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് സബാത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ എന്നോട് പറഞ്ഞു, നീ വേണമെങ്കിൽ ഹോസ്റ്റലിൽ പോക്കോ, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നോ, ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇരുന്നു. കാരണം ഹോസ്റ്റലിൽ പോകണമെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ചിലവാണ്. സാലറി ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ വന്നിട്ട് 1 മാസം ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ പക്ഷേ ഇവിടെ ഇരുന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പണിയൊക്കെ ചെയ്തു കേട്ടോ. പണിയൊക്കെ ചെയ്യേണ്ടി വന്നു. എന്നാൽ പോലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഹാപ്പി ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരമായപ്പം വെള്ളിയാഴ്ച എന്നും വൈകിട്ട് ഭക്ഷണമാണല്ലോ മെയിനായിട്ട്. അപ്പോൾ വൈകിട്ട് ഈ പ്രാവശ്യം ഇവിടുത്തെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലാണ് പോയത്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊന്ന് കണ്ടാലോ. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ പോകാൻ ഇറങ്ങി വന്നതാണ് ഗെയ്സ്. അപ്പോൾ ചുമ്മാ 2-3 ഫോട്ടോയൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ വണ്ടിയിൽ അങ്ങനെ ഞങ്ങളുടെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലോട്ട് യാത്രയാവാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചെടികളൊക്കെ ഞാൻ കാണാത്ത ഒരുപാട് ചെടികൾ ഉണ്ടായിരുന്നു. നല്ല കളർഫുള്ളായിട്ടുള്ള ചെടികളായിരുന്നു എല്ലാം. നമ്മുടെ നാട്ടിൽ ഞാൻ ഇങ്ങനത്തെ ചെടികളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ചിലതൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല രസമില്ലേ ഇതിൻ്റെയൊക്കെ കളറ്? വരച്ച് വെച്ച പോലെ ഒരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. അതെല്ലാം കണ്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് അവിടെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു മഹാ വിസ്മയ, ഭയങ്കരമൊന്നുമല്ല എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വെള്ളം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി കേട്ടോ. പക്ഷേ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ചെടി നമ്മുടെ നാട്ടിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ ഉള്ള ചെടിയാണ് കേട്ടോ അത്. അങ്ങനെ ചെടിയുടെ ഭംഗിയെല്ലാം കണ്ട് ഞാൻ അകത്തോട്ട് കയറി ഗെയ്സ്. ഇത് ഞാൻ അതിന് ശേഷം അവരുടെ വീട്ടിനകത്തു നിന്ന് എടുത്ത സെൽഫിയാണ് കേട്ടോ. അവിടെ അകത്തും നല്ല ചെടികളൊക്കെ ആയിരുന്നു. അത് അതിനുശേഷം കുറേ വെജിറ്റബിൾസ് ഇങ്ങനെ സലാഡ് പോലെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കുംബർ, കോളിഫ്ലവർ, പിന്നെ നമ്മുടെ മരച്ചീനിയില്ലേ, മരച്ചീനിയുടെ കിഴങ്ങ് അതിങ്ങനെ ഉപ്പിലിട്ട് വേവിച്ചത്, പിന്നെ കൂണ് ഉപ്പിലിട്ടത്, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് ഈ കോളിഫ്ലവർ പോലത്തെ എന്താ ബ്രോക്കോലി എന്നല്ല ഇതിൻ്റെ പേര് പറയുന്നത്, അതും ഉപ്പിലിട്ടത് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ചിക്കൻ്റെ ഒരു ഐറ്റമാണ് കേട്ടോ. ഇതിനകത്ത് ചോറൊക്കെ വേവിച്ച് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അല്ലാതെ ചിക്കൻ കാൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ച ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ച് ഒരു 11:30 ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത്.